വിദ്യാർത്ഥികൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഈ ഒരു യൂസർ നെയിമും അതായത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻവാലിഡ് പാസ്വേഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് യൂസർ നെയിം എന്നിങ്ങനെയൊക്കെ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ടിൽ, അതായത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിലുള്ള ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് SWS കാൻഡിഡേറ്റ് ലോഗിൻ്റെ ആ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജില്ല നൽകുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവാലിഡ് യൂസർ നെയിം അതായത് ആപ്ലിക്കേഷൻ നമ്പർ എന്നാണ് വരുന്നത്. കുറേ സമയം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടും അതേ രീതിയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കുക. അതായത് ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് വരുന്നതാണ്. നിങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ നൽകിയിട്ടുള്ള നിങ്ങളുടെ SLC സ്കീം, രജിസ്റ്റർ നമ്പർ, മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതായത് ആ ഒരു അപേക്ഷ നൽകുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങൾ എങ്ങനെയാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടാവും. അക്ഷയ വഴി ആണെങ്കിൽ അതായിരിക്കും, സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് ആണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് ആയിരിക്കും, സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണ് അത് കറക്റ്റായിട്ട് നൽകി ഇവിടെ നൽകിയ ക്യാപ്ച കൂടി നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP നൽകുന്നതിനായിട്ട് ഒരു പേജ് വരും. അവിടെ സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ ഈ ഒരു പേജിൽ പിന്നീട് നൽകുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തിരികെ റിക്കവറായിട്ട് കിട്ടും. അത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയോ ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്വേഡാണ് നിങ്ങൾക്ക് തെറ്റായിട്ട് കാണിക്കുന്നത്. അതായത് ഇൻവാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോങ് പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ടോ ഒക്കെയാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ പേജ് വരിക, ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ അപ്ലൈഡ് ഡിസ്ട്രിക്ട്, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരു ക്യാപ്ച കോഡ് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നൽകിയ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഒരു പേജ് വരും. അതിലുള്ള പച്ച ബട്ടണിൽ സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നൽകുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് എറർ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതായിരിക്കും. അതായത് റോങ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇൻവാലിഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടോ കാണുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ തന്നെ നൽകുക. ഇനി നേരത്തെ നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള OTP ആ ഒരു പേജിൽ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു പേജ് വരും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാസ്വേഡ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വീണ്ടും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ വീണ്ടും കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം, അതുപോലെ പാസ്വേഡ്, അതുപോലെ ജില്ല, ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപേക്ഷിച്ചത് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയും പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റുകളൊക്കെ വരുത്തുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഒരു തവണ മാത്രമാണ് എഡിറ്റ് ചെയ്ത് കൺഫർമേഷൻ ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ അപേക്ഷ കൺഫേംഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അഥവാ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേജ് നേരെ എഡിറ്റ് ചെയ്യാനുള്ള ഫോമിലേക്കാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു തവണ മാത്രമാണ് എഡിറ്റ് ചെയ്ത് കൺഫർമേഷൻ ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകൾ, അതായത് ഓപ്ഷൻസ് ആഡ് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം SSLCയുടെ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ, ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മാർക്ക് അപ്ഡേറ്റ് ചെയ്ത്, അതായത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നൽകേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം കൂടിയ മാർക്കാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.